നമസ്കാരം സുഹൃത്തുക്കളെ, എനിക്ക് രണ്ട് കേസിൻ്റെ വിധിയാണ് അറിയണം എന്നാഗ്രഹമുള്ളത്. ഒന്ന്, നവീൻ ബാബു, പത്തനംതിട്ട കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് അതിൻ്റെ എന്താ സംഭവിച്ചെന്നറിയാൻ വലിയ ആകാംക്ഷയുള്ള ആളാണ് ഞാൻ. അത് CBIക്ക് വിട്ടുകൊടുത്തതുകൊണ്ട് തന്നെ അതിനൊരു മറുപടി അല്ലെങ്കിൽ അതിൻ്റെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, കൊലപാതകമാണോ ആത്മഹത്യയാണോ, എന്താണ് കാരണം, അതിനകത്ത് എന്താണ്, ആരാണ് കുറ്റവാളി എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ CMRL-ഉം എക്സാലോജിക്കും വീണ വിജയനും ഒക്കെ തമ്മിലുള്ള ഈ കേസ്, അഴിമതി കേസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണം കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്ന രണ്ട് കേസുകളാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് സത്യം പറയാമല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിൻ്റെയൊക്കെ എന്തായിരിക്കും, ഇതിൻ്റെയൊക്കെ ബാക്കി ഇതെന്തായിരിക്കും സംഭവിച്ചതെന്നൊക്കെ അറിയാനുള്ള ഒരു സാധാരണക്കാരുടെ ഒരു ആകാംക്ഷയാണ് ഞാൻ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരും ഇതൊക്കെ തന്നെ ആലോചിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്രയും പ്രായമായ പിണറായി വിജയൻ എന്ത് വിസ്മയമാണ് ഇനി മകളെ രക്ഷിക്കാൻ വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഇന്നിപ്പം കോടതിയിൽ നിന്ന് ഇതേപോലെ മറ്റേ CBIക്ക് വിട്ടു, അപ്പം നമുക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇപ്പം എക്സാലോജിക്കല്ല, CMRL ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിധി ഇപ്പം വന്നിട്ടുണ്ട്. EDക്ക് അവരുടെ അന്വേഷണം തുടരാം. ഇനി എക്സാലോജിക്കലോ അല്ലെങ്കിൽ CMRL-ലെ കരിമണൽ കർത്തായെയോ വീണ വിജയനെയോ ഒറ്റയ്ക്കോ ഒരുമിച്ചോ ഒക്കെ ഇരുത്തി ഇനി ഇവരെ ചോദ്യം ചെയ്യാം. ഇനി അതിനെ പിണറായി വിജയനെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഇനി വീട് ഒന്നുകൂടെ റെഡി ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു സ്റ്റേക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി പോകണമെങ്കിൽ തന്നെ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ അതിന് മുമ്പിൽ തന്നെ ഈ പറഞ്ഞ പോലെ EDയുടെയൊക്കെ ഉന്നതതല ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ആലോചിക്കായിരുന്നു, ഈ കേസ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞത്, ED കയറുന്ന വീട്ടിലെ എല്ലാവരും BJP ആകുകയാണെന്ന്. അത് ആകാത്ത കെജ്രിവാളിലേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷേ കെജ്രിവാളിൻ്റെ പാർട്ടിയിലെ പോലും പലരും പോയി. ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം CPM-കാരന് BJP ചേർന്നു. അപ്പോൾ ഇനി പിണറായി വിജയനെങ്ങാനും CPM വിട്ട് BJPയിൽ ചേരുമോ മകളെ രക്ഷിക്കാനെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വേറെ കാര്യം, അങ്ങനെ പോയാലും ഇതിങ്ങനെ വന്നൊരു കേസായതുകൊണ്ട് പുള്ളിക്ക് ഈ കേസിൽ നിന്ന് തലയൂരാൻ പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് പിന്നെ പുള്ളി അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല. പക്ഷേ ഞാൻ അന്നേരപ്പോഴും ആലോചിച്ചെന്നറിയോ, അങ്ങനെങ്ങാനും ഈ പിണറായി വിജയൻ BJP പോയി ചേർന്നാൽ ഈ വീണ വിജയന് വേണ്ടിയിട്ട്, പിണറായിക്ക് വേണ്ടിയല്ല വീണ വിജയന് വേണ്ടിയിട്ട് അടികൊണ്ട് അല്ലെങ്കിൽ പിന്നെ കേസെടുത്ത് 10-26 എണ്ണം അകത്ത് കിടക്കുന്നുണ്ട്. അതിൽ കുറേ എണ്ണത്തിന് പോലീസ് കസ്റ്റഡി വിട്ടിട്ടുണ്ട്. ഇവർക്കൊന്നും ജാമ്യം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഉടനെ അങ്ങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഉടനെ അന്നും തിരിച്ചു വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ വീട്ടുകാരുടെ അവസ്ഥയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വീണ വിജയന് വേണ്ടി ആരോ പറഞ്ഞിട്ട് അവിടെ പോയി തല്ലുന്തും അടിയുണ്ടാക്കി, ഒരു കാറും തല്ലിപ്പൊട്ടിച്ച് ഒരുത്തൻ്റെ അന്നവും മുടക്കി ജയിലിൽ കിടക്കുന്നതായിട്ട് ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇവരുടെ വീട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക അവരുടെയൊക്കെ അവസ്ഥ. ഒരു കണക്കിന് കഷ്ടമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 1-2 പേരോട്, എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി അങ്ങനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ വീട് നോക്കിയിട്ടാണ് ബാക്കി കാര്യം ചെയ്യേണ്ടത്. അപ്പം സത്യം പറഞ്ഞാൽ ചിലരുടെ പിന്നെ ജയിലിൽ കിടക്കുന്നവരുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടാലുണ്ടല്ലോ, നമുക്ക് സഹിക്കത്തില്ല. അത്ര ശോചനീയമായ അവസ്ഥയാണ്. എന്തെല്ലാം ഭവന പദ്ധതികൾ ഈ 10 വർഷം കൊണ്ട് ഇവർ നടത്തിയിട്ട് ഇവർക്കാർക്കും ഒരു നല്ല വീട് വെച്ച് കൊടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുക. എന്നിട്ടും പാവങ്ങൾ അവിടെ അടികൊള്ളാനും ചവിട്ടുകൊള്ളാനും എന്നിട്ട് ഇതേ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുന്നു. ഇനി ഇവരുടെയൊക്കെ വീട്ടിലെ ചിലവുകൾ ആര് നോക്കും? പാർട്ടി നോക്കുമായിരിക്കും അല്ലേ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ പറയുമായിരുന്നു, പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടിട്ട് പോയതാണല്ലോ. പക്ഷേ എന്നാലും മാസമായിട്ട് എനിക്ക് തോന്നിയുണ്ടല്ലോ ബിനീഷ് കൊടിയേരിയെ തന്നെയാണ് കേട്ടോ. കാരണം കറക്റ്റ് സമയത്ത് ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് ആ സമരത്തിൻ്റെ മുൻപിൽ വന്ന് കുത്തിപ്പിടിച്ചിരുന്ന ആളുടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ കയ്യടിയായിരുന്നു വീട്ടിൽ ഇരുന്ന്. കാരണം അന്നേരപ്പം തന്നെ സ്പോട്ട് ചെയ്തു എല്ലാവരും. പണ്ട് വിനീഷിൻ്റെ വീട്ടിൽ ഇതുപോലെ കയറിയപ്പോഴത്തേക്ക് പിന്നെ ഈ രണ്ടും കൂടെ കാണിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു വന്നത് മുഴുവൻ. അതുവരെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് വന്നത് മുഴുവൻ ഈ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ്, ED റെയിനെ കുറിച്ച് എന്നൊക്കെയുള്ള വാർത്തകൾ. അന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള, അന്ന് ഈ ബിനീഷിൻ്റെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒറ്റ വരവ് കൊണ്ട് ഒരു അതുപോലെ ഇത്രയും 5-6 പ്രാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കാൻ, പാർട്ടി മെമ്പർഷിപ്പ് അത് കഴിഞ്ഞോടുകൂടി പുതുക്കി കൊടുക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കിയേ, ഭയങ്കര കോമഡി ആയിട്ടാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ ഭയങ്കര രസമാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഷോണും ഈ ബിനീഷ് കൊടിയേരിയും ഒരേ ഓഫീസിലാണ് ഇരിക്കുന്നതെന്നും പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുമ്പോൾ ഞാൻ പറയും, ഇവർ രണ്ടും പ്രൊപ്പറേറ്റേഴ്സ് ആണെന്നൊക്കെ പറയുന്നു ഒരു ഓഫീസിൻ്റെ. അവർ രണ്ടുപേരും വക്കീലന്മാരാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ. നമ്മൾ ചില സിനിമയുടെയൊക്കെ ലാസ്റ്റ് എന്താണെന്നറിയാം, ഇപ്പം അവസാനം ആകുമ്പോഴത്തേക്ക് കറണ്ട് പോകില്ല, ആ അവസ്ഥയല്ല സത്യം പറഞ്ഞാൽ ഇരിക്കുന്നത്. പണ്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നൊന്നും ഈ
പറഞ്ഞാൽ നമുക്ക് പിന്നീട് കാണാനുള്ള ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കറണ്ട് പോകുന്നത്. ആ കറണ്ട് പോയിട്ട് ചിലപ്പോൾ വലിയ ഇടിമഴയൊക്കെയാണ് പിറ്റേ ദിവസമായിരിക്കും വരുന്നത്. അപ്പോൾ അതുവരെയുള്ള ടെൻഷൻ, അതേപോലെ ഇനി മനോരമയും മംഗളവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ബാക്കി അറിയാനുള്ള ഈ സീരിയലൊക്കെ കാണുന്നവരും അത് തന്നെ ആയിരിക്കും. പക്ഷേ ആ ഒരു ആകാംക്ഷ, അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷ, അതുപോലെ ഒരു ആകാംക്ഷയാണ് സത്യം ഈ രണ്ട് കേസ് കേട്ടോ. രണ്ട് കേസും എനിക്ക് അതുപോലെ തന്നെ അറിയണമെന്ന് ആഗ്രഹമുള്ള രണ്ട് കേസുകളാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇതിനകത്ത് എന്തായിരിക്കും അതിനൊരു ക്ലൈമാക്സ് വരുന്നത്? നിങ്ങൾക്ക് എന്തായിരിക്കും അതിനെക്കുറിച്ച്? ചില ചീത്തയും തെറി പറയുന്നവർ പറയുക, തിരിച്ച് ഞാനും പറയും, അതിനകത്തൊരു സംശയമില്ല. കാരണം ഇങ്ങോട്ട് പ്രതികരിക്കുന്നത് അങ്ങോട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ എൻ്റെ അച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അല്ലെ ഏതെങ്കിലും ഒരുത്തൻ്റെ അച്ഛനെ, എല്ലാ അച്ഛന്മാരും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവർക്ക് എൻ്റെ അച്ഛനെ എൻ്റെ പോലെ നല്ലൊരു, അപ്പം എല്ലാവരും അതുപോലെ അല്ല. അപ്പം മോശപ്പെട്ട അച്ഛന്മാരും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്, അച്ഛന്മാരും അല്ലെ മക്കളും ഒക്കെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ കാണുന്നത്. അപ്പം നമ്മളും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്കിതൊന്നും അറിയാൻ പാടില്ല. അപ്പം എൻ്റെ സംശയം ഇതാണ്, എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലൈമാക്സ്? പിണറായി വിജയൻ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും പുള്ളിയുടെ അടുത്ത വിസ്മയം, എന്തായിരിക്കും പുള്ളി കാണിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബൈ.